വിൽസ് ആൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സക്സഷൻ ലോയുടെ കീഴിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ സക്സഷൻ വരുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവിഷൻ ഓഫ് അതോറിറ്റീസിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇത് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊവിൻസിലും ഇതിനെ അപേക്ഷിച്ചിട്ട് ഓരോ ലോ ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് പ്രൊവിൻഷ്യൽ ലോസ് ഓഫ് ഒൻറ്റാറിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞത് ജൂറിസ്ഡിക്ഷൻ നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒൻറ്റാറിയോ ജൂറിസ്ഡിക്ഷൻ. സോ അതർ ജൂറിസ്ഡിക്ഷൻസ് ഹാവ് ഡിഫറെൻറ്റ് ലോസ് ഓർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ലോസ്, ബട്ട് ഇറ്റ് ഈസ് പ്രധാനമായിട്ടും നമ്മൾ ഒൻറ്റാറിയോ ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻഫർമേഷൻ സോഴ്സ് എടുത്തേക്കുന്നതാണെങ്കിലും പ്രധാനമായിട്ട് എടുത്തേക്കുന്നത് സക്സഷൻ ലോ, അതും അതിൻ്റെ റെഗുലേഷൻസും ഒൻറ്റാറിയോയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് ഞാൻ സോഴ്സ് ചെയ്തേക്കുന്നത്. പിന്നെ നത്തിങ് ടോക്ട് ഹിയർ എമൗണ്ട്സ് ടു എ ലീഗൽ അഡ്വൈസ്. സംസാരിക്കുമ്പോൾ എഴുതാനുള്ള സൗകര്യം ഓർത്തിട്ട് പ്രിസംപ്ഷൻ ഒരു മെയിൽ ആണ്, ഇത് മെയിലിൻ്റെ അവസ്ഥയാണ് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ചിട്ട് സബ്ജക്റ്റ് ഐ മീൻ ഒരാളുടെ വ്യക്തിയുടെ സിംഗിൾ വ്യക്തിയുടെയാണ് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾ കോണ്ടസ്റ്റ് അനുസരിച്ചിട്ട് ജെൻഡറും പ്ലൂറലോ സിംഗുലറോ ആണെന്ന് മാറ്റിയെടുക്കുക പ്ലീസ്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. വിൽ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് ഒരു എസ്റ്റേറ്റ് പ്ലാനിംഗ് ടൂളാണ്. So generally this is done as part of the estate planning, and this is a component that usually dealt with by lawyers. The other estate financial planning, financial people, experts in the financial advice area, they take care of the rest of the stuff. So ഈ 4 ഡോക്യുമെൻറ്റ്സും എസ്റ്റേറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടായി കോമ്പണൻ്റ് ആയിട്ട് we prepare it together, usually will, power of attorney for property and power of attorney for personal care and a healthcare directive. There are a couple more that is like an organ donation directive and stuff, but that can be done even directly with the while you are renewing the driver's license, you can do that. So I am not discussing that here. What is a will? Will is a set of instruction for a person after you are gone. And if somebody is assigned to help you after you are gone, this is a set of instruction and a list of assets that the person possesses after he is gone. So this is the only means to communicate with the executor. The word executor and trustee, it was had a little difference few years ago, but now ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോണ്ടസ്റ്റിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടേഴ്സ് ഒരാളുടെ മരണം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അയാളുടെ അസറ്റ്സ് മുഴുവനും എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ആ എസ്റ്റേറ്റ് ഡീൽ ചെയ്യുന്ന ആളിനെ എക്സിക്യൂട്ടർ എന്ന് വിളിക്കുന്നു. ആ എക്സിക്യൂട്ടർ തന്നെ ഡീൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ എസ്റ്റേറ്റിൽ ഉള്ള അസറ്റിൻ്റെ ട്രസ്റ്റിയും കൂടെ ആവുന്നു. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർചേഞ്ചബിളി യു ക്യാൻ യൂസ് ദാറ്റ്. വില്ലെഴുതുന്ന ആളെ അല്ലെങ്കിൽ വില്ലെഴുതുന്ന ആ വ്യക്തിയെ ടെസ്റ്റേറ്റർ എന്നാണ് വിളിക്കുന്നത്. അത് ചെയ്യുന്ന ആളിനെ ടെസ്റ്റേറ്റർ എന്ന് വിളിക്കും. അത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ അസറ്റിനെ വി കോൾ ഇറ്റ് എസ്റ്റേറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. വില്ല് നമ്മൾ എപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാലും ഇറ്റ് കംസ് ഇൻ ടു ഇഫക്റ്റ് ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഓർ ദ അതർ വേ റൗണ്ട്. വിൽ ഈസ് ബോൺ അറ്റ് ദ ഡെത്ത് ഓഫ് ദ ടെസ്റ്റേറ്റർ. Yeah, it is the instruction provided will be the directions to the executor. So what is an estate? The estate is a asset of the person who died and less the liabilities. So amounts that is owing to the other persons. Wills and leaving, there are few terms that you come across when you make a will. So testator, as I said, that is a person who is making it, and trustee or executor is a person to whom you are entrusting your estate so that it will be distributed the way that you wanted it. അപ്പം അത് ട്രസ്റ്റി നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിലാണ് എപ്പോഴും സൗകര്യം. അതായത് യൂഷ്വലി ഹസ്ബൻഡ് വൈഫുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനും വൈഫ് ഹസ്ബൻഡിനും പിന്നെ വൺ ഓർ ടു ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് അത് വിൽസ് ഉണ്ടാക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ വൈഫും കൂടെ വില്ലുണ്ടാക്കുമ്പോഴത്തേക്ക് ദ ഫസ്റ്റ് പേഴ്സൺ ഐ പ്രിഫർ ടു ഡീൽ വിത്ത് മൈ assets are my wife, because she know most of my dealings and she know most of the
assets that I have. Maybe she only have a little additional work to do or list the items. So that is a convenience. So usually that is done in a spousal situation. But when ഒരിക്കൽ സ്പൗസസ് അല്ലാത്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റിനെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെയോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എക്സിക്യൂട്ടറായിട്ട്. കാരണം ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു understand what all the even sometimes ഒരു നല്ല വില്ല ഉണ്ടാക്കിയാൽ പോലും there is a chance that we can omit some other stuff there. But if your friend knows that okay, he had that asset, so he can put it back into the estate. ഗാർഡിയൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ, അതായത് കൊച്ചു കുട്ടികളുള്ള ഒരു ടെസ്റ്റേറ്റർ മരിച്ചു കഴിയുമ്പോൾ ആ കുട്ടികളുടെ ഗാർഡിയൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഡയറക്ഷനാണ്. അതും നമുക്ക് വില്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അസറ്റ്സ് എല്ലാം ആർക്ക് കൊടുക്കണം എന്നുള്ളത്, ആരാണ് അതിന് ആ അസറ്റ്സ് കിട്ടാൻ അർഹതയുള്ള ആൾ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്ന ആളുടെ പേരുകളാണ് ബെനിഫിഷ്യറി. മൈനർ, ആസ് യു സെഡ് ദാറ്റ് എനിവൺ ലെസ് ദാൻ 18 years is a minor. Charities, I have seen a lot of people picking charities as beneficiaries. അത് ജനറലി അവർ ചെയ്ത് കാണുന്നത് സാധാരണഗതിയിൽ ഫസ്റ്റ് ലെവൽ ഒരു മക്കൾക്ക് അല്ല ഭാര്യയ്ക്ക് കൊടുക്കാൻ പറയും. ഭാര്യ ഇല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുക, മക്കൾ കൊടുത്തില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക്, ഇവരാരും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഗിവ് ടു ദിസ് ചാരിറ്റി. അതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും പൊതുവേ കണ്ടുവരുന്ന യൂഷ്വൽ ചാരിറ്റി ആൾക്കാർ പിക്ക് ചെയ്യുന്നത് റെഡ് ക്രോസ് പിക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാത്തലിക് ചർച്ചിൻ്റെ ടൊറൻഡോയിൽ ഒരു ഷെയർ ലൈഫ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അവരെ ബെനിഫിഷ്യറി ആയിട്ട് പിക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് പിക്ക് ചെയ്യാം. ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഏത് ചാരിറ്റിയും നമുക്ക് അതിനോട് പിക്ക് ചെയ്യാം. അവരോട് പറഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, സോ ദാറ്റ് ദേ ക്യാൻ ക്ലെയിം അറ്റ് ദ ടൈം ഓഫ് ഇൻസിഡൻറ്റ്. ആൻഡ് ഗ്രാൻഡർ എന്ന് പറയുന്ന വിട്ടയം പവർ ഓഫ് അറ്റോർണി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒരു പവർ ഗ്രാൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഗ്രാൻഡർ എന്ന് വിളിക്കുന്നു. അതായത് പവർ ഓഫ് അറ്റോർണി മറ്റൊരാളെ ഒരു പവർ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളെ ഗ്രാൻഡർ എന്നും മറ്റേ റിസീവ് ചെയ്യുന്ന ആളെ അറ്റോർണി എന്ന് വിളിക്കും. പ്രൊബേറ്റ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഓഫ് പ്രൊബേറ്റ്, സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും സർട്ടിഫിക്കറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് എസ്റ്റേറ്റ് ട്രസ്റ്റി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വില്ലുണ്ടെങ്കിലും വില്ലില്ലെങ്കിലും ആദ്യം തന്നെ പോയിട്ട് കോർട്ടിൽ ചെന്നിട്ട് അറ്റോർണി പോയിട്ട് എക്സിക്യൂട്ടർ പോയിട്ട് പറയുക, കോർട്ടിൻ്റെ അതോറിറ്റി വാങ്ങിക്കുകയാണ്, യെസ് ഹീ ഈസ് എ പേഴ്സൺ. ആൻഡ് കോർട്ട് പ്രൊബേറ്റ് ഫീസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരത് തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൊബേറ്റ് ഫീസ് അവർ ഫീസ് എടുക്കുകയും ചെയ്യും. ഫീസിൻ്റെ കാൽക്കുലേഷൻ ഞാൻ സബ്സിക്വൻ്റ്ലി അടുത്ത സൈഡിൽ പറയുന്നുണ്ട്. Is it mandated to have a will in Ontario? No. I mean, ഇവിടെ മാൻഡേറ്ററി ആകുന്നില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈസ് ഇറ്റ് കൺവീനിയൻറ്റ് ടു ഹാവ് എന്ന ക്വസ്റ്റിന് ആൻസർ യെസ് എന്നാണ്. കാരണം നമ്മൾ കുറേ അസറ്റൊക്കെ ഉണ്ടാക്കി വെക്കും, നമുക്കറിയാൻ പറ്റില്ല, ചിലപ്പോൾ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്കായിരിക്കും ഞാൻ വീണ് പോകുന്നത്, മുമ്പേ ഡോക്ടർ പറഞ്ഞ പോലത്തെ അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് പിന്നെ സംസാരിക്കാനൊന്നും സമയമില്ലല്ലോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൺ. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈസ് ഇറ്റ് കൺവീനിയൻറ്റ്? യെസ്, ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ഹാവ് എ വിൽ ആൻഡ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. കൺവീനിയൻറ്റ് നോട്ട് ഫോർ ദ testator, not for the person died, for the people remaining in life. അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി ഒരു ടെസ്റ്റേറ്ററിനും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വില്ല് എഴുതി വെക്കുകയാണെങ്കിൽ ഒരു കുട്ടി യൂണിവേഴ്സിറ്റിയിലുണ്ട്, അടുത്ത മാസം ഫീസ് കൊടുക്കണം, ഞാനിന്ന് മരിച്ചുപോയി, അപ്പം ഫീസ് കൊടുക്കാനുള്ള കാശ് എൻ്റെ ബാങ്കിലുണ്ട്. ഇത് ഇവിടുന്ന് എടുക്കാനൊരു അതോറിറ്റി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് എടുത്ത് ആ ഫീസ് കൊടുക്കാം. ആ ഫീസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെ അവിടുന്ന് പുറത്തിറക്കിയാലോ. സോ ഒരാൾക്കൊരു വിൽ ഇല്ലാതെ മരിക്കുന്ന ഒരവസ്ഥയെ പറയുന്നത് ഡൈയിങ് ഇൻറ്റെസ്റ്റേറ്റ് എന്ന് പറയും. ഞാൻ ആ ടൈം യൂസ് ചെയ്യുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഒരു സിമ്പിൾ. ഡസ് ഇറ്റ് റിക്വയർ എ ലോയർ ടു പ്രിപ്പയർ ദ വിൽ? ആൻസർ ഈസ് നോ. നമുക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാം വില്ല്. പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന വില്ലിനകത്ത് പൊതുവെ വരുന്നത് ചലഞ്ചസ് വരും. ബെനിഫിഷ്യറീസ് ചലഞ്ചസ് ആണ് മോസ്റ്റ്ലി വരുന്നത്. രണ്ട് ബെനിഫിഷ്യറി പരസ്പരം വഴക്കുണ്ടാക്കും. ആൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഹീ സെഡ് ദാറ്റ് ഐ വിൽ ഗീവ് യു ദിസ് ഹൗസ് ബട്ട് ദ വിൽ സേസ് സംതിങ് എൽസ്, സോ ദിസ് വിൽ ഈസ് ഇൻകറക്റ്റ്. സോ വിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വില്ലിൻ്റെ ചലഞ്ചിൽ വരുന്നത് ബെനിഫിഷ്യറീസ് തമ്മിലാണ്. അവരുടെ കാശ് മുഴുവനും ലിറ്റിഗേറ്റ് ചെയ്ത് കോടതി കളയും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ വില്ലിന് പകരമായിട്ട് സ്വയം ഉണ്ടാക്കുന്ന വില്ല്, നമുക്ക് വില്ല് സ്വയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ കൈകൊണ്ട് എഴുതുന്ന കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കുന്ന ആൾ കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സൈൻഡ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി വിറ്റ്നസ്ഡ്, ഓഫ് കോഴ്സ്. Yeah, it could be a temporary situation, so better you do it with a will, but until then you can write down on a page what need to go to who and what is the conditions and who is going to be appointed as a executor. This is something very important. When you pick an executor, remember that he will have a lot of things to do.
once this person die, if the will is describing all the assets that he has, it is fine. But there could be possibility that he has some assets, he missed some describing some assets in the will, and he can acquire that also and get into so for example, a person has 3 bank account, he mentioned 2, TD Bank and CABC in the will, but he also had a Scotia account, but that the amount will go useless. So if this person, if you have maximum items listed in a will, then he only have to worry about rest of the things may not be allowed. So better pick the closest person or someone who is very close to you as an executor. That is something you need to be remembering. ഓക്കെ, ഡൈയിങ് ഇൻറ്റസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പലരും പറഞ്ഞു യു ഹാവ് ടു മേക്ക് എ വിൽ, അതർവൈസ് എവറി അസെറ്റ് വിൽ ബി ഗോയിങ് ടു ദ ഗവൺമെൻറ് ഓഫ് കാനഡ ആൻഡ് ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വില്ലിനെ കുറിച്ച് കൂടുതൽ അതല്ല എന്നോട് പറയുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു പേടി ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷേ അങ്ങനെ അല്ല, എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ലോ എല്ലാ സമയത്തും സാധാരണയായിട്ട് സംഭവിക്കാവുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവർ ലോ മേക്കേഴ്സ് ദേ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ദേ മേക്ക് ദ ലോ. ഇപ്പോൾ ഒൻറ്റാറിയോയിൽ ഇപ്പോൾ ഒരാൾ വില്ലില്ലാതെ മരിച്ചാൽ പോലും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു സെറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ വില്ലില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നത് എൻ്റെ മൂത്ത മോൻ എൻ്റെ ബ്രാംപ്ടണിലുള്ള വീടും രണ്ടാമത്തെ മോൻ നയാഗ്രയിലുള്ള വീടും കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അങ്ങനെ ആവണമെന്നില്ല ഈ വില്ലിൽ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ. അപ്പം അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇതെല്ലാം കൂടെ ഡിസ്പോസ് ചെയ്തിട്ട് പൈസ ഇട്ടിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുമായിരിക്കും പിന്നീട് ചെയ്യുന്നത്. അതായത് ഈ സക്സഷൻ ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന പ്രപ്പോർഷൻ അനുസരിച്ച് അതിനകത്ത് സ്പൗസിനെ അല്പം പെർട്ടിക്കുലർലി കെയർ ചെയ്യുന്നുണ്ട്. കാരണം ഈ അസറ്റ് മുഴുവൻ ഒക്യൂർ ചെയ്തിരിക്കുന്നത് പ്രോബർലി മോസ്റ്റ് ലൈക്ലി ദ ബോത്ത് സ്പൗസസ് ടുഗെദർ ആയിരിക്കും. അതുകൊണ്ട് അല്പം ശ്രദ്ധിച്ചാണ് കവറിയിരിക്കുന്നത്. ആദ്യത്തെ എത്ര സൈസുള്ള എസ്റ്റേറ്റ് ആണെങ്കിലും ആദ്യത്തെ 350,000 വൈഫിനുള്ളതാണ്. അത് 200 ആയിരുന്നു 2 വർഷം മുമ്പ് വരെ. അത് അമെൻഡ് ചെയ്ത് 350K. ഇത് കഴിഞ്ഞ ശേഷം റിമൈനിങ് പോർഷനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് ബാക്കി ബെനിഫിഷ്യറീസിന്. അത് മക്കളാകാം, അപ്പനും അമ്മയാകാം, ബ്രദേഴ്സ് ആകാം. അത് ഓരോ ലെവൽ അനുസരിച്ചിട്ട് അത് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് വേറെ ഒരു സ്പൗസിന് പിന്നെ ഒരു സ്റ്റേക്കുണ്ട്. ഇതൊന്നും ഇല്ല എങ്കിൽ ആരും ക്ലെയിം ചെയ്യാനില്ലെങ്കിൽ ഇല്ലാത്ത ഒരവസ്ഥയിൽ മാത്രമേ ഉള്ളൂ എസ്റ്റേറ്റ് സംഭവിക്കത്തുള്ളൂ. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഗോ ടു ദ വട്ട് എവർ ഈസ് ലെഫ്റ്റ് ഓവർ വിൽ ഗോ ടു ദ ഗവൺമെൻറ്. ദാറ്റ് ഓൾസോ ആൻഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ് ഇഫ് യു ഡു നോട്ട് ഹാവ് എ വിൽ ഇൻ പ്ലേസ്, പബ്ലിക് ഗാർഡിയൻ ആൻഡ് ട്രസ്റ്റി എന്ന് പറഞ്ഞ് ടൊറൻറ്റോയിൽ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് വിൽ ബിക്കം ഓഫീസ് വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പ് ഇൻ ആൻഡ് ഡു ദ നെസസറി വർക്ക്സ് ഫോർ ദ executor or they will replace the executor. Who should make a will? An individual needs to make only if he intends upon death to distribute the estate differently than what is stated in the Succession Act. So usually നമുക്ക് അങ്ങനെ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ ലെവലും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം പറയാം. അതായത് ഹസ്ബൻഡും വൈഫുള്ള സിറ്റുവേഷൻ, 2 മക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളും ഇവർ മരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 350K വൈഫിന് പോകും. റിമൈനിങ് എമൗണ്ട് 2 വീടുണ്ട്, 2 വീടും കൂടെ കൂടിയിട്ട് ഒരു 500,000 മോർഗേജും ഉണ്ട്. എനിക്കൊരു ടോട്ടൽ ആസെറ്റ് ഈസ് അബൌട്ട് ലെറ്റ്സ് സേ 1,350,000 ആണെങ്കിൽ ഫസ്റ്റ് 350 ഗോസ് ടു വൈഫ് ആൻഡ് ദ റിമൈനിങ് വിൽ ബി ഡിവൈഡഡ് ഈക്വലി ആഫ്റ്റർ ദ മോർഗേജ്. ആഫ്റ്റർ മോർഗേജ് 500,000 കഴിയുമ്പോൾ 500,000 ബാക്കിയുണ്ട്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഒരു 1/3 കൂടെ വൈഫിന് പോകും. ബാക്കിയുള്ള റിമൈനിങ് 2/3 ഗോസ് ടു കിഡ്സ് ഈച്ച്. സോ പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബെനിഫിഷ്യറീസിനെയും ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആ ലോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ സമയം കളയുന്നില്ല ഇവിടെ അതിനു വേണ്ടി. വാട്ട് അസെറ്റ് ക്യാൻ ബി ബിക്വെത്ത്. ബിക്വെത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലെഴുതി കൊടുക്കുന്നതിനാണ് ബിക്വെത്ത് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അസെറ്റ്സ് ഓൺഡ് ബൈ ദ ടെസ്റ്റേറ്റർ, റിയൽ എസ്റ്റേറ്റ്, സേവിങ്സ്, രജിസ്റ്റേർഡ് സേവിങ്സ്, പെൻഷൻ പ്ലാൻസ്, ഇൻട്രസ്റ്റ് ഇൻ ഷെയർസ്, പേഴ്സണൽ എഫക്ട്സ്, വെഹിക്കിൾസ്, ജ്വല്ലറി, ഡ്രസ്സ്. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണം പറയാനുണ്ട്, 2 കാര്യം എടുത്ത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞ സോൺലി ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഫസ്റ്റ് വീട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടെ ജോയിൻറ്റ് ഓണേഴ്സ് ആയിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 തരത്തിലുള്ള ഓണർഷിപ്പ് ഉണ്ട്. ഒന്ന് ജോയിൻറ്റ് ഓണർ അല്ലെങ്കിൽ ടെനൻസി ഇൻ കോമൺ അല്ലെങ്കിൽ ജോയിൻറ്റ് ടെനൻറ്റ്. ഇതാണ് 2 യൂസ് ചെയ്യുന്ന ലീഗൽ ടേംസ്.
ജോയിൻറ്റ് ടെനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടെയാണ് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 2 ഫ്രണ്ട്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അടുത്ത ആളുടെ പേരിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. ഒരു ചെറിയ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ, അത് ലോയർക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല. അങ്ങനെ വരും. അത് ജോയിൻറ്റ് ടെനൻസ് എന്ന് പറയുന്നത്. യൂഷ്വൽ ഫാമിലി സിറ്റുവേഷനിൽ വീട് വാങ്ങുമ്പോഴത്തേക്ക് അതായിരിക്കും അവസ്ഥ. മറ്റത് ടെനൻസ് ഇൻ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 2 പേര്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു വീട് വാങ്ങിച്ചു, ഞാൻ മരിച്ചു, എൻ്റെ സുഹൃത്ത് ആ മരണത്തോടുകൂടി ആ ടെനൻസ് ഇൻ കോമൺ ബ്രേക്ക് ചെയ്തു. അതായത് ആ പോയിന്റിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ എസ്റ്റേറ്റ് അതിനകത്ത് കയറും. ടെനൻസ് എൻ്റെ എസ്റ്റേറ്റും ഇതുമായിരിക്കും. അപ്പോൾ എസ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് എക്സിക്യൂട്ടറുടെ ജോലിയാണ്. അതുകൊണ്ട് എസ്റ്റേറ്റിന് ആ എക്സിക്യൂട്ടറിന് അന്നേരം ആ വീട് വിൽക്കാൻ നിർബന്ധിച്ചിട്ട് ആ വീട് വിറ്റ് 2 പേരും 50% ആണ്, 50-50 ആണ് ടെനൻസ് ഇൻ കോമൺ എങ്കിൽ 50% വിൽ ഗോ ടു മൈ ഫ്രണ്ട് ആൻഡ് 50% വിൽ ബി പുട്ട് ഇൻ ദ ബക്കറ്റ് ഓഫ് മൈ എസ്റ്റേറ്റ്. അങ്ങനെ ചെയ്യും. അതിപ്പോൾ ടെനൻസ് ഇൻ കോമൺ ആകുന്ന അവസ്ഥയിലാണ് സാധാരണ ചെയ്യുന്നത്. കാരണം അതല്ല ജോയിൻറ്റ് ടെനൻ്റായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് നോക്കിക്കേ എൻ്റെ സുഹൃത്ത് എൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ കൊണ്ടുപോകും. അത് നോർമൽ സിറ്റുവേഷനില്ല ടെനൻസ് ഇൻ കോമൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ രജിസ്റ്റേർഡ് സേവിങ്സിനകത്ത് ബിക്കോത്തി ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് എനിക്ക് മാനുവൽ ലൈഫിൻ്റെ കൂടെ ഞാൻ RRSP കോൺട്രാക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ മാനുവൽ ലൈഫ് യൂഷ്വലി അവർ 99% അവരെന്നെ കൊണ്ടൊരു ബെനിഫിഷ്യറി ഡെസിഗ്നേഷൻ അവിടെ തന്നെ എഴുതി വെപ്പിക്കും. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബെനിഫിഷ്യറി ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഞാൻ എൻ്റെ വൈഫ് RRSPയുടെ സിറ്റുവേഷൻ ഒന്ന് വേറെയാണ്. യൂഷ്വലി ഫസ്റ്റ് beneficiary for the government's purpose it is spouse. Let's say if I will it to my first son, but in the company's file it is second son, that will be a conflict. So if you mention it and if you are including it in the will, make sure that your designation does not conflict with the designation in the files of the company. അത് തന്നെയാണ് പെൻഷൻ ബെനിഫിറ്റ്സിനകത്തും അവരും എപ്പോഴും ഒരു ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് ഷെയർസിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കോർപ്പറേഷനകത്ത് എനിക്ക് കുറച്ച് ഷെയറുണ്ട്, 10 ഷെയറുണ്ട്, മറ്റ് ബാക്കി സുഹൃത്തുക്കളെല്ലാം കൂടെ 10 ഷെയർ. ഞങ്ങൾ 5 പേരും 5 പേര് എഞ്ചിനീയേഴ്സായിരുന്നു കൂട്ടിക്കുള്ളൂ. 5 പേര് ഒരാൾ മരിക്കും. അപ്പോൾ 5 പേര് എഞ്ചിനീയേഴ്സും ഈക്വലി അവരുടെ സ്കിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരന്നേരം അതിനകത്തൊരു ക്ലോസ് വെക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടമില്ലാതെ ഈ ഷെയർസ് നിങ്ങൾക്ക് തോന്നിയ കണക്ക് വേറെ കൊടുക്കാൻ പറ്റില്ല. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് അത് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഞാൻ എൻ്റെ വില്ലിനകത്ത് എഴുതിയിട്ടാൽ പോലും അത് ഇൻഹെറിറ്റ് ചെയ്യണമെന്ന് ആ കോർപ്പറേഷൻ്റെ ബൈലോസോ അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് തിരിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് സബ്ജക്ട് ടു റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഞാനൊരു എഞ്ചിനീയർ അല്ലാത്തടത്തോളം അവരത് ബൈബാക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടെ അതിനകത്തിട്ടുണ്ടാവും. ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞ അത് ഈ സബ്ജക്റ്റ് അല്ല എങ്കിൽ പോലും ഞാനത് ആ റെസ്ട്രിക്ഷനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം ഗോയിങ് ടു ഫാസ്റ്റ് ഓൺ ദാറ്റ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇത് നമുക്കത് ബിക്വസ്റ്റ് ചെയ്താൽ പോലും മറ്റുള്ള അവസ്ഥയുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലത്. പേഴ്സണൽ ഇഫക്റ്റ്, വണ്ടി, ജ്വല്ലറി, ഇതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എഴുതി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി റെസിഡ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഞാൻ അതിനകത്ത് സ്ലൈഡിനകത്ത് വിട്ടുപോയൊരു കാര്യമാണ്. അത് എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ അത് ബ്ലാങ്കറ്റായിട്ട് നമുക്ക് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കേസിൽ സ്കോഷ്യയിലെ അക്കൗണ്ടും വിട്ടുപോയി, എൻ്റെ ബാങ്കിലിരുന്ന ഒരു ലോക്കറിലിരുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ ആ റെസിഡ്യൂ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. List and describe every asset owned by the individual. This is for the benefit of the executor. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ ഒരാൾ മരിച്ചത് ചിലപ്പോൾ അടുത്തൊരു ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് വൈഫാണ് എക്സിക്യൂട്ടർ എങ്കിൽ വൈഫ് ആകപ്പെട്ട് ബ്ലാങ്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഹസ്ബൻഡ് മരിച്ച അല്ലെങ്കിൽ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഏകദേശം ഒത്തിരി സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഇതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ തപ്പിയെടുക്കൽ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ അക്വയർ ചെയ്ത അസറ്റ് എവിടെയെങ്കിലും കിടന്ന് വെറുതെ പോകും. അതുകൊണ്ട് അത് ലിസ്റ്റ് ചെയ്ത് എഴുതിയിടുക എന്ന് പറയുന്നത് വളരെ നല്ല ഹാബിറ്റാണ്. എനിക്കറിയാവുന്ന, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ചിലപ്പോൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഒത്തിരി ഷോർട്ട് കമ്മിറ്റ് ഒരു TD ബാങ്കിൽ ഒരു 60,000 to 70,000 പൈസ വെറുതെ പോയത് എനിക്കറിയാം. ആ ഫാമിലിയിൽ അവർക്കൊരു വില്ലില്ലായിരുന്നു.
ഈ വൈഫ് അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു പോയിരുന്നു. അവരോട് പിന്നെ ഞാൻ പറഞ്ഞു വഴികളുണ്ട്, നമുക്ക് തപ്പിയെടുക്കാം. പക്ഷേ അവർക്ക് നേരെ കോർട്ടിൽ പോയിട്ട് ആ പ്രോസസ്സിന് പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ മാത്രം എനിക്കറിയാം 60 there was a number between 60 and 70,000. So probably that he has more bank accounts also. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. നമ്മൾ ഏൺ ചെയ്തതാണ് അത്. let us use it or distribute it in the right way that we wanted. Can individual have more than? Yes, a person can have more than one will. കാരണം നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ സക്സഷൻ ആക്ട് പ്രൊവിൻഷ്യലാണ്. ലെറ്റ്സ് സേ യു ഹാവ് എ വിൽ ഹിയർ ഇൻ ഒൻറ്റാരിയോ ഫോർ യുവർ ഒൻറ്റാരിയോ അസെറ്റ്. യു ക്യാൻ ഹാവ് another will for your Alberta assets or the assets what is in India. But always make sure that one, generally lawyers ഉണ്ടാക്കി കഴിഞ്ഞാൽ will ഉണ്ടാക്കുമ്പം ആ will ഉണ്ടാക്കാൻ അറിയാവുന്ന എല്ലാവരും ചെയ്യുന്നത് ഒരു will cancels out everything existing. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ വില്ലും റിവോക്ക് ചെയ്തിട്ടാണ് പുതിയ ബില്ലുണ്ടാക്കുന്നത്. നിങ്ങൾക്കൊന്നിലേറെ ബില്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ടത് ഒരു ആവശ്യമാണ് ലോയറോട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളോട്. കാരണം ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു ബില്ല് റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ക്യാൻസൽ ഔട്ടായി പോകും. അതുപോലെ തന്നെ 2 ബില്ലുണ്ടെങ്കിൽ 2 ബില്ലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയുകയാണ് എൻ്റെ ആൽബർട്ടയിലുള്ള വീട് ഒരാൾക്ക് എൻ്റെ മൂത്ത മകന് കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ ഈ പുതിയ ബില്ലിനകത്ത് എഴുതി വെച്ചു. പക്ഷേ പഴയ ബില്ല് ഞാൻ റീറ്റെയിൻ ചെയ്യുന്ന ബില്ലിനകത്ത് രണ്ടാമത്തെ മകനാണെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനാണ്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലോയേഴ്സ് ഈ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി എല്ലാ പ്രീവിയസ് വിൽസ് ആർ റിവോക്ഡ് എന്നുള്ള ഒരു കണ്ടീഷൻ ക്ലോസ് ഇടുന്നത്. പക്ഷേ അല്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് എടുത്തു പറയാൻ മറക്കരുത്. Can marriage revoke an existing will? Yes, there was a situation that marriage can revoke a will until in Ontario itself until 2022, a few years ago. So that has been changed. But whereas still divorce is a reason to nullify some of the clauses that we use in the will. Divorce, but ഞാൻ ഡെപ്തിലേക്ക് പോകുന്നില്ല. അത് പക്ഷേ ഇപ്പോഴും കാനഡയിൽ തന്നെ മറ്റ് ചില പ്രൊവിൻസസിലൊക്കെ ഇപ്പോഴും മാരേജ് കഴിയുമ്പോഴേക്കും എക്സിസ്റ്റിംഗ് ബില്ലുണ്ടെങ്കിൽ അത് നള്ളിഫൈഡ് ആയി പോകും, പുതിയ ബില്ല് എഴുതേണ്ടി വരും. പക്ഷേ നമുക്ക് ഒൻറ്റാരിയോയിൽ ഇപ്പോൾ എഴുതില്ല. പ്രൊബേറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അസറ്റ് ആ ട്രസ്റ്റിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ബില്ലിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ലെജിറ്റിമേറ്റ് ആണെന്ന് ഒരു കോടതിയെ കൊണ്ട് പറയിക്കുന്ന ഒരു പ്രോസസ്സാണത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫീസുണ്ട്. ഇതിന് നമ്മൾ പണ്ട് ഇന്ത്യയിലൊക്കെ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ടാക്സസിന് ഇൻകം ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അബോളിഷ് ചെയ്തു. എസ്റ്റേറ്റ് ഡ്യൂട്ടിയൊക്കെ ഇന്ത്യയിലൊക്കെ അബോളിഷ് ചെയ്തു. പക്ഷേ ഇത് ഇപ്പോഴും വാലിഡാണ്. അത് ഫീസ് നമുക്ക് അസറ്റ് മൈനസ് ലെസ് ലയബിലിറ്റീസ് കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ടിൻ്റെ ഫസ്റ്റ് 50K അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എവറി $1,000 $15 വെച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 2 million അസറ്റൊക്കെ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ $15,000 ആയിരിക്കും വേണേൽ പ്രൊബേറ്റ് വരുന്നത്. അത് എങ്കിൽ പോലും അത് ഒഴിവാക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്ലാൻഡായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജോയിൻറ്റ് ടെനൻസി ഇൻ കോമണും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ സ്പൗഷൽ സിറ്റുവേഷനിൽ വളരെ എളുപ്പമാണ്. ബോത്ത് സ്പൗസസ് ടുഗദർ ഓണിങ് എ ബാങ്ക് അക്കൗണ്ട് ഇഫ് വൺ സ്പൗസ് ഡൈ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദി അതർ സ്പൗസ് ബിക്കോസ് ഓഫ് ദി ജോയിൻറ്റ് ടെനൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അസറ്റ് അങ്ങനെയൊക്കെ. അപ്പം മിനിമൈസ് ചെയ്യാണ്ട് സാധിക്കും. ഇങ്ങനെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, സ്വയം പ്ലാൻ ചെയ്യാൻ. അത് വലിയ ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് പ്രൊബേറ്റ് കുറച്ച് അവോയ്ഡ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ ദർ മേ ബി സംതിങ്, ബട്ട് സ്റ്റിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ദ വിൽ ഹാസ് ടു ബി പ്രൊവൈഡഡ് upon death of the person. Probate calculation does not include insurance payout. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല, കാൽക്കുലേഷൻ വരുന്നില്ല. ജോയിൻ്റ്ലി ഓൺഡ് അസറ്റ്, ആസ് ഐ സെഡ്, ഇറ്റ് ക്യാൻ ഗോ ടു ദ അതർ ജോയിൻറ്റ് ഓണർ. റിയൽ എസ്റ്റേറ്റ് ഔട്ട്സൈഡ് ഒൻറ്റാരിയോ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ probate ഓഫ് ദ ഒൻറ്റാരിയോ കാൽക്കുലേഷൻ. CPP ഡെത്ത് ബെനിഫിറ്റ് അതെപ്പോഴും ഒരിക്കലും ഇൻക്ലൂഡ് ആകത്തില്ല. RRSP, RRIF മറ്റതെല്ലാം നെയിംഡ് ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ അതിലേക്ക് പോകില്ല. മിക്കവാറും RRSPക്കും TFSCക്കും ഒക്കെ നെയിംഡ് ബെനിഫിഷ്യറീസ് കാണാൻ സാധ്യതയുണ്ട്. ആഫ്റ്റർ മിനിമൈസ് ഞാനത് ടച്ച് ചെയ്തു. ഇത് ഇത്തരത്തിൽ നമുക്ക് സ്വയം പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ജോയിൻറ്റ് ഓണറെ നമുക്ക് വിശ്വാസമുള്ള ആളിനെ ജോയിൻറ്റ് ഓണറാക്കുക. പലപ്പോഴും നമ്മൾ മക്കളുടെ പേരിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മക്കൾ ശരിയായിട്ട് പോകുന്നില്ല എങ്കിൽ അതൊക്കെ പ്രശ്നത്തിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട്. സോറി, ഐ തിങ്ക് ഐ ഡോണ്ട് നോ, ഐ ആം ടോക്കിംഗ് ഇൻ മലയാളം ഓൾസോ, സോ ഐ ഡോണ്ട് നോ ഇഫ് എവരിബഡി ഈസ് അണ്ടർസ്റ്റാൻഡിങ്. സോ അങ്ങനെ ഇഫ് എ സിറ്റുവേഷൻ കംസ് ദാറ്റ് ഇഫ് യു make a joint ownership with someone other than spouse, that maybe it might end up in a conflict or in a problem.
Yeah, there is, even if you put a wife as a joint owner, what will happen if you both go in one incident? സോ അതുകൊണ്ട് ഞാൻ ആൻസറോടെ പറയാം, ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചോദിച്ചു. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും ബെനിഫിഷ്യറി വെക്കുമ്പോഴത്തേക്ക് ഒരു ഓൾട്ടർനേറ്റ് ബെനിഫിഷ്യറിയും കൂടെ എപ്പോഴും ആ വില്ലിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കണം. ബെനിഫിഷ്യറി നമുക്ക് ഏത് ലെവൽ വരെയൊക്കെയും പോകാം. അതായത് ഞാനും വൈഫും കൂടെ ഒരുമിച്ച് മരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ അസെറ്റ് മകന് പോകണം. മകൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനിൽ ഏത് വേയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അതുവരെ എഴുതി വെക്കാൻ പറ്റും നമുക്ക്. ഞാൻ വില്ലിനെ കുറിച്ച് ഞാൻ ഇവിടെ നിർത്താം. ഞാൻ പവർ ഓഫ് അറ്റോർണിയുടെ സിറ്റുവേഷൻ പറയാം. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു വർക്ക് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് വില്ല്. ഞാൻ പറഞ്ഞു പവർ ഓഫ് അറ്റോർണി, പവർ ഓഫ് അറ്റോർണി പോലെയല്ല. വില്ല് ജനിക്കുന്നത് ഒരാളുടെ മരണത്തോടു കൂടിയാണ്. പവർ ഓഫ് അറ്റോർണി തിരിച്ചാണ് ഒരാളുടെ കൂടെ അവരുടെ പവർ ഓഫ് അറ്റോർണീസ് മരിക്കും. പിന്നെ അങ്ങോട്ട് എക്സിക്യൂട്ടർ ഇൻ ദ വിൽ ഈസ് ദ വൺ ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പവർ ഓഫ് അറ്റോർണി രണ്ട് തരത്തിലുണ്ട്. പവർ ഓഫ് അറ്റോർണി ഫോർ പ്രോപ്പർട്ടിയും പവർ ഓഫ് അറ്റോർണി ഫോർ പേഴ്സണൽ കെയർ എന്ന് പറയും. അതിനെയാണ് നമ്മൾ ലിവിങ് വിൽ എന്ന് വിളിക്കുന്നത്. പവർ ഓഫ് അറ്റോർണി ഫോർ പേഴ്സണൽ പ്രോപ്പർട്ടി നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അല്പം കെയർഫുള്ളി യു ഹാവ് ടു ഡു ഇറ്റ്, ബിക്കോസ് ഇറ്റ്, ആസ് ഐ സെഡ്, അറ്റ് ദ മോമെൻറ്റ് യു സൈൻ ഇറ്റ് ഈസ് എഫക്റ്റീവ്. സോ ആ ഡോക്യുമെൻറ്റ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പവർ ഓഫ് അതോറിറ്റി അറ്റോർണി ആയിട്ട് വെച്ച ശേഷം അയാൾ മിസ്യൂസ് ചെയ്യുന്ന സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയതുണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ. പക്ഷേ although attorney can step in even while you are alive, better keep it in a safe place with you so that it doesn't reach the attorney, but let him know that he is the attorney at the time of in the incident event of my death. അത് പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ അവരറിയില്ല. യൂഷ്വലി അത് നമുക്കൊരു പവർ ഓഫ് അറ്റോർണി കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും വയ്യ, ഇവർ മനസ്സിലായോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, എഴുതാനും വല്ല കയ്യും പോയി, ഇങ്ങനെ ഒരു കോമ സ്റ്റേജ് കിടക്കുന്ന അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ പോലും അയാൾക്കൊരു പവർ ഓഫ് അറ്റോർണി കൊടുക്കാനൊക്കത്തില്ല. അറ്റോർണി കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർലി മനസ്സിലായില്ലെങ്കിൽ കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇത് എഴുതി ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഈസ് ദാറ്റ് നമുക്കറിയില്ല, ചിലപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് മുമ്പ് പറഞ്ഞ ഇൻസിഡൻറ്റ് പോലെ വീണ് എൻ്റെ കോൺഷ്യസ് പോയി, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, എനിക്ക് മിണ്ടാനും മേല ഒന്നും ചെയ്യാനും വയ്യാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ അന്ന് ഇത് ഉപയോഗപ്പെടും. എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. There are few conditions that is required. It should be in writing, signed by the grantor, witnessed by 2 persons, valid from the time you sign it, and grantor should be 18 plus and mentally capable at the time of granting. പവർ ഓഫ് ലിവിങ് വിൽ എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റീവാണ്. പ്രോബ്ലി ഡോക്ടറൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇത്. സാധാരണ ഈ പേപ്പറും കൊണ്ട് വരുന്ന കഴിഞ്ഞിട്ട് ചിലപ്പം എനിക്കിപ്പം ഞാനൊരു സ്ട്രോക്കുമായിട്ട് വന്ന് വീണു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഏത് ഇഞ്ചക്ഷൻ തരണം, എന്ത് തരണം, തരണ്ട എന്നുള്ളത്. ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ നാട്ടിലെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരിയും കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുണ്ട്. ചില ആൾക്കാർ പറയും എനിക്ക് ബ്ലഡ് തരാൻ പാടില്ല, ചില ആൾക്കാർ പറയും എനിക്ക് ആ മീൽ തരാൻ പാടില്ല. പല റീസൺസ് ഉണ്ട്. എസ്പെഷ്യലി ദ റിലീജിയസ് ഗ്രൂപ്പ് കോൾഡ് ജെഹോവ വിറ്റ്നസ്, ദേ ഡോണ്ട് ടേക്ക് ബ്ലഡ് ഫ്രം അതേഴ്സ്. സോ അതെല്ലാം അതിനകത്തുണ്ടാകും. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആൾ ആയിരിക്കും ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് മെൻ്റലി ഇങ്ങനെയുള്ള റിലീജിയസ് ബിലീഫിനകത്ത് കോട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ യു സേവ് യുവർ സിറ്റുവേഷൻ. And always a family member, the closest family member would be the best choice actually as a attorney for living will, because that is a person who know most about you. Do you need always a lawyer? No. This can be prepared, but make sure that the validity is not challenged at any point. Say for example, ഞാൻ മുമ്പേ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ ജെഹോവ വിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അതറിയാം, പക്ഷേ എൻ്റെ മൂത്ത മകൻ പറയുന്നു ഓക്കെ ഐ ഷുഡ് നോട്ട് ബി അഡ്മിനിസ്ട്രേറ്റ് ദ ബ്ലഡ് ഫ്രം അനദർ പേഴ്സൺ ബട്ട് ദ ബ്ലഡ് ഈസ് നോട്ട് അവൈലബിൾ, സ്കെയർസ് റയർ ബ്ലഡ് ആണെങ്കിൽ. രണ്ടാമത്തെ മകൻ പറയുകയാണ് നോ ദർ ഷുഡ് നോട്ട് ബി എനിത്തിങ് സച്ച്, യു ഷുഡ് ഗോ വിത്ത് അഡ്മിനിസ്ട്രിങ് ദ ബ്ലഡ് വട്ട് എവർ ഈസ് അവൈലബിൾ. ആൻഡ് ഫൈനലി this is a conflict situation that will be immediately going to the court, and the court will decide what is to be done. And so avoid these situations, better have it in writing. This is
again, like power of attorney for property, this need to be in writing and signed by a grantor, should be witnessed, valid at this, valid from the very moment of signature, and the person granting should be 18 plus and mentally sound. ഹെൽത്ത് കെയർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഡയറക്റ്റീവ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഒരു എൻഡ് ഓഫ് ദ ലൈഫ് സിറ്റുവേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് റിലേറ്റീവ്സിന് എടുക്കാൻ പറ്റില്ലാത്ത ഒരു തീരുമാനം നമുക്ക് സ്വയം എടുക്കാൻ പറ്റിയേക്കും. അതായത് ഞാൻ വെൻറ്റിലേറ്ററിലാണ്, വെൻറ്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരും എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഡോക്ടർ ചോദിക്കുന്നത് എൻ്റെ വൈഫിനോടായിരിക്കും ചോദിക്കുന്നത്, ഷുഡ് ബി ഡിസ്കണക്ട്, ബട്ട് ഈസ് നോട്ട് ഗോയിങ് ടു കം ബാക്ക് ടു ലൈഫ് എന്ന് ചോദിക്കും. ഷുഡ് ബി ഡിസ്കണക്ട്. എൻ്റെ വൈഫിന് ഒരിക്കലും ആൻസർ പറയാണ്ട് വളരെ പ്രയാസമായിരിക്കും. മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ തന്നെ അത് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഞാൻ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്കും പ്രശ്നമില്ല, എൻ്റെ വൈഫിനും പ്രശ്നമില്ല, എൻ്റെ പിള്ളേർക്കും പ്രശ്നമില്ല. റിമൂവ് ഇറ്റ് എന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാനായിട്ട് ഡിക്ലൈൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ റിലീജിയസ് ബിലീഫുമായിട്ട് പറ്റുന്നില്ല. അതിന് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ആവശ്യമില്ലാത്തതായിരിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ചോദിക്കാം. എനിക്ക് ഒന്ന് പറയാൻ, എനിക്കൊന്ന് കോണ്ടാക്റ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഴ്സ് ആ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാം. വെറുതെ പലതവണ ഇട്ട് കഴിഞ്ഞാൽ അത് അഡ്വർടൈസ്മെൻറ്റ് പോലെ ആയിപ്പോൾ അതുണ്ടാവണ്ട. താല്പര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു തവണ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ ഈ കവർ ചെയ്തതിനകത്ത് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ വൈഫ് ഹസ്ബൻഡിനെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ബാങ്കിലായാലും ഈ വില്ലെഴുതുമ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് 2 കുട്ടികളും ഭാര്യയും ഭർത്താവുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒരു ഫാമിലി മൊത്തം പോയിരിക്കുക. പോയി കഴിയുമ്പോൾ അവിടെ ആരും ഇല്ല ക്ലെയിം ചെയ്യാനായിട്ട് ഈ കൺട്രിയിൽ. അപ്പോൾ അത് ഗവൺമെൻറ് സൈഡിലേക്ക് പോകുമായിരിക്കും അല്ലേ, പ്രോപ്പർട്ടി എല്ലാം അസറ്റ്സ് എല്ലാം. ദെൻ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും അവരുടെ റിലേറ്റീവ്സ് വന്നിട്ട് ഇതിനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. അതായത് ക്ലെയിം ചെയ്യാതെ പോകുന്ന അവസ്ഥയിലാണ് എസ്റ്റേറ്റ് ആരും ഇവിടെ ഇല്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. നമുക്ക് റിലേറ്റീവ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കോർട്ടിൽ പ്രൂവ് ചെയ്യണം. അത് ഇവിടുത്തെ അസറ്റ് ആണെങ്കിൽ അത് ഇവിടുത്തെ കോർട്ടിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു 2-3 ലെവൽ നമുക്ക് എഴുതി വെക്കാം. അതായത് ഹസ്ബൻഡ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വൈഫിന്, ഇനി ഞാനും വൈഫില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ എൻ്റെ മക്കൾക്ക്, മക്കളില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവരുടെ മക്കൾക്ക്, ഇത് അവരാരും ഇല്ല, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പോയി, മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ മരിച്ചു പോയെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലുള്ള ആൾക്ക് കൊടുക്കാം. ബെനിഫിഷ്യറി എവിടെയാവണമെന്ന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. യു ക്യാൻ റൈറ്റ് എനിത്തിങ്. സോ ഓൺലി തിങ് that when you make a will, do not disclose it to the beneficiaries. That is again, it's going to be a problem with while you are alive. If the information in the will is disclosed, it will be a problem, and there could be challenges. While you are alive, you should tell only one person that you have a will and he is the executor. That is, the executor should know that it is a will is made and you are named as executor. You take care of that. Where will be the will? It may be in the bank locker, or it may be in my home in the shelf on the top. That's all. The executor will take it. Remember, executor's job is a very risky and very, very vulnerable position. Executor is taking the situation in a ട്രസ്റ്റ്. അതുകൊണ്ടാണ് ട്രസ്റ്റി എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് അത് തന്നെയുണ്ട് ആ ട്രസ്റ്റിൻ്റെ ഇഷ്യൂ. ഒരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റിയാണത്. അപ്പോൾ അതിനകത്ത് ഈ ബെനിഫിഷ്യറീസിൻ്റെ ചലഞ്ച് അങ്ങോട്ട്, ഇപ്പം എനിക്ക് ഈ പേന ഞാൻ മൂത്ത മോന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മോൻ പറയും ഇല്ല ഈ പേന എനിക്കാണെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലാണ് വേണ്ടി. വില്ലിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. വില്ല് എഴുതുന്ന ലോയറിനും വില്ലിൻ്റെ എക്സിക്യൂട്ടറിനും ഒക്കെ വരുന്ന പ്രശ്നം അവിടെ നിന്നാണ്. ഡോക്ടർക്ക് ഒരു ക്വസ്റ്റൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മുടെ ഇവിടുത്തെ വില്ലിൽ ആപ്ലിക്കബിൾ ആവുമോ? സപ്പോസ് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, നാട്ടിലും പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളിവിടെ ഒരു വില്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിലൊരു പ്രോപ്പർട്ടി നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നിലേറെ വില്ലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇന്ത്യയിലെ വില്ലിൻ്റെ ഡോക്യുമെൻറ്റ് അസറ്റിന് വേണ്ടി ഇന്ത്യയിലൊരു വില്ലുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടുത്തെ വേണ്ടി ഇവിടെ ഉണ്ടാക്കാം. ഓർക്കണം, ആ കോൺഫ്ലിക്റ്റ് ചെയ്യരുത്. അതായത് ഇവിടെ എഴുതുന്ന വില്ല് അവിടുത്തെ ക്യാൻസൽ ഔട്ട് ചെയ്യരുത്. ഇവിടെ ഇരുന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിലും ഇങ്ങനെയാണ് സെൻറ്റൻസ് ഇങ്ങനെയാണ്:
ഓൾ മൈ പ്രീവിയസ് വിൽസ് ആർ റിവോക്ഡ് ഹിയർ ബൈ. അപ്പോൾ എന്ത് പറഞ്ഞു, അപ്പോൾ ഇന്ത്യയിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ അസറ്റാണെന്ന് പറയുന്നത് തീരുന്നില്ല. ഈ സെൻറ്റൻസ് ഈസ് വാലിഡ്. രണ്ടാമത് എഴുതിയത്, ഏറ്റവും അവസാനം എഴുതിയത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ അത് പറയുക. രണ്ടാമത്, നിങ്ങൾ അങ്ങനെ നാട്ടിലൊരു വില്ലുണ്ടെങ്കിൽ പോലും അഥവാ വില്ലില്ലെങ്കിൽ പോലും നാട്ടിലുള്ള അസറ്റും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ട്രസ്റ്റിക്ക് അത് മനസ്സിലാക്കി, ആ എക്സിക്യൂട്ടർക്ക് എനിക്ക് ഇയാൾക്ക് നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിക്ക് എന്താണ് ഡിസ്പോസൽ എന്നുള്ളതും കൂടെ ഇവിടെ എഴുതിക്കുക. അപ്പോൾ നാട്ടിലുള്ള പ്രോപ്പർട്ടിയിൽ വെച്ച് നാട്ടിലെൻ്റെ അമ്മയുണ്ട്, നാട്ടിലെ പ്രോപ്പർട്ടി ഞാനിവിടെ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പ്രോപ്പർട്ടി എൻ്റെ മദറിന്, ഇവിടുത്തെ പ്രോപ്പർട്ടി എൻ്റെ മക്കൾക്ക് എന്ന് വേണം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് എഴുതാം. അത് വാലിഡാണ്. അഗെയിൻ ഞാൻ വീണ്ടും പറഞ്ഞു, ഇതിനകത്ത് ഓരോ പ്രൊവിൻസിലും അതായത് പ്രൊവിൻസിൻ്റെ ലോ ഉണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും അതുണ്ട്. നമ്മൾ എന്ത് എഴുതി വെച്ച് കഴിഞ്ഞാലും ചില സമയത്ത് ചില കാര്യങ്ങൾ ലോ ഓവർ റൈഡ് ചെയ്യും. നമ്മൾ എഴുതി വെക്കുന്നത് ലോയുടെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്ന അവസ്ഥ വരുമ്പം ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കോടതി അക്സെപ്റ്റ് ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ എൻ്റെ ശരി ഫാക്റ്റാണ്, എൻ്റെ മദർ ബെഡ് റിഡനാണ്, പുള്ളി അധികം സംസാരിക്കില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. മദറിനെ ഞാൻ ഇവിടെ നിന്ന് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, എല്ലാ മാസവും പൈസ അയക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ വില്ല് എഴുതി വെച്ചപ്പം എൻ്റെ എല്ലാ അസറ്റും എൻ്റെ ഭാര്യയ്ക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മദറിന് കോടതി പോവാം. ഹി ഹാസ് ബീൻ സെൻഡിങ് മീ മണി എവറി മന്ത്. നൗ ഐ ഡോണ്ട് ഹാവ് എനി അതർ മീൻസ് ടു ലീവ്. സോ ഈ ഇതിനകത്തുനിന്ന്, ഈ അസറ്റിനകത്തുനിന്ന് എൻ്റെ ഷെയർ എനിക്ക് തരണമെന്ന് കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിൽ ഓവർ റൈഡ് മൈ ഡയറക്ഷൻസ്. അപ്പം അത് അങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത്, ആർ യു ടേക്കിംഗ് കെയർ ഓഫ് എനിബഡി ഓർ യു ഹാവ് എനി സപ്പോർട്ട് ഒബ്ലിഗേഷൻസ് എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട്. എസ്പെഷ്യലി സപ്പോർട്ട് ഒബ്ലിഗേഷൻ ഞാൻ വന്നപ്പോഴത്തേക്ക് ചിലപ്പം പിരിഞ്ഞു പോയ പേരൻസിൻ്റെ മക്കൾ ചിലപ്പോൾ ഒരു സ്പൗസിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ വരുമ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ചുള്ള സപ്പോർട്ട്, ഇവിടെ ചൈൽഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇങ്ങനൊരു സപ്പോർട്ട് ഒബ്ലിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തിരിക്കണം അതിനകത്ത്. ഇല്ല, ഇത് യൂഷ്വലി എല്ലാ സപ്പോർട്ട് ഒബ്ലിഗേഷനും കവർ ചെയ്യണം. ഫാമിലി സ്പൗഷ്യൽ സിറ്റുവേഷനിനകത്ത് ആൾ മരിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി അതിനകത്ത് കോടതി അതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ടാക്കില്ല. പക്ഷേ ചിൽഡ്രൻ ആർ ചിൽഡ്രൻ അണ്ടിൽ ദേ ആസ് ലോങ് ആസ് ദേ ആർ അലൗ. ഞാനത് പറഞ്ഞത് ഒരു സാരല്ല, ഞാൻ ഓർത്ത് വന്ന ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായത് നമ്മൾ ഇന്ന് വില്ലുണ്ടാക്കുന്നു. ഓക്കെ, ലൈഫ് ഈസ് ഗോയിങ് ഫോർവേഡ്. എനിക്കിന്ന് 3 പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ താമസിക്കുന്ന വീടും ഒരു പ്രോപ്പർട്ടി നയാഗ്രയിൽ, ഒരു പ്രോപ്പർട്ടി ലണ്ടനിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലണ്ടനിലെ പ്രോപ്പർട്ടി വിറ്റു. പക്ഷേ ഞാൻ എൻ്റെ വില്ലിനകത്ത് ഞാൻ എഴുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ലൈഡ് ഞാൻ മറന്നുപോയി അതിനകത്ത് ഇടാനായിട്ട്, പിന്നീട് ഞാൻ ഓർത്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് ലണ്ടനിലെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഞാൻ കിങ്സ്റ്റണിൽ വേറെ പ്രോപ്പർട്ടി വാങ്ങിച്ചു. പക്ഷേ അത് കിങ്സ്റ്റണിലെ പ്രോപ്പർട്ടി വിറ്റതും ലണ്ടനിലെ പ്രോപ്പർട്ടി വിറ്റതും കിങ്സ്റ്റണിൽ മേടിച്ചതും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എക്സിക്യൂട്ടർ ഇത് അതിനകത്ത് എനിക്ക് പുതിയ വില്ലുണ്ടാക്കാം, ഇല്ലെങ്കിൽ കോഡിസിൽ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വില്ലിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ വില്ല് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കോഡിസിലുണ്ടാക്കി വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുകയാണ്, വീണ്ടും കോഡിസിലായി. അപ്പോൾ കോഡിസിലെല്ലാം കൂടെ വന്നിട്ട് കൺഫ്യൂഷൻ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാൻസൽ ഔട്ട് എവറിത്തിങ് ആൻഡ് ഡു എ ന്യൂ വിൽ. ദാറ്റ്സ് എ ബെസ്റ്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് മിണ്ടുമില്ല, പറയാനും പറ്റിയില്ല, കോഡിസിലും ഉണ്ടാക്കിയില്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, റെസിഡ്യൂ ഇതിനകത്തെങ്ങും മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും അസറ്റ് എക്സിക്യൂട്ടറിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗോ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഫോർ ദ റെസിഡ്യൂ. ഒന്നിലും പറയാത്ത ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ആ തരത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞു ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് കൊടുത്തു, ഞാൻ എൻ്റെ മൂത്ത മോന് ഞാൻ നയാഗ്രയിലെ പ്രോപ്പർട്ടി കൊടുത്തു, പക്ഷേ ഞാനത് വിറ്റുപോയി. ആ അവസ്ഥ വരികയാണെങ്കിൽ ഒരു ബിക്കോയ്ത്ത് ഫ്രസ്ട്രേറ്റഡ് ആകുക എന്നുള്ളതാണ് അതിന് പറയുന്നത്, ഞങ്ങളുടെ വാക്കിൽ പറയുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പോയി, ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ ഇത് എക്സിക്യൂട്ടർ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെയൊന്നും വിറ്റുപോയി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പോയി, ആ ഡെസിഗ്നേഷൻ കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഇനി ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യമാണ് പറയുന്നത്. ഇത് അല്പം റിസ്ക്കുള്ള ജോലിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടറിൻ്റെ ജോലി. എക്സിക്യൂട്ടറിനെ സാധാരണഗതിയിൽ ഇവർ ബെനിഫിഷ്യറീസ് കോടതി കൊണ്ട് കയറ്റും. അപ്പം കോടതി കയറ്റുമ്പോഴത്തേക്ക് വക്കീൽ വിറ്റ്നസ് അവിടെ. അപ്പം ഇവർ പറയാൻ പോകുന്നത് എങ്ങനെയാണ്, ഓക്കെ, എന്നോട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ബില്ലിനകത്ത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ അതെൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടല്ല, ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കണക്കല്ല ഈ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോടതി കയറുമ്പോഴത്തേക്ക് അപ്പം വക്കീലിനെയും കൂടെ വിറ്റ്നസ് അവിടെ. അപ്പോൾ ആ വക്കീലിനെ അവിടെ ചെന്ന് ചോദിക്കും, നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോൾ ഞങ്ങളൊരു ഇൻഫർമേഷൻ ഫോം പറഞ്ഞ് എഴുതി വാങ്ങാറുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഇത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സപ്പോർട്ട് ഒബ്ലിഗേഷൻ ഉണ്ടോ? പലർക്കും ഇല്ല. പക്ഷേ എങ്കിൽ പോലും അവരെ കൊണ്ട് ഇല്ല, നോ ആൻസർ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ ഫയലിലുണ്ടാവും. ഞങ്ങളെ വിറ്റ്നസ്സായിട്ട് കോടതി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കത് കാണിച്ചു കൊടുക്കാണ്ട് ഇതാണ് ആൻസർ അന്ന് വന്നത്. സോ ഹീ മെയ്ഡ് എ വിൽഫുൾ ഡെലിബറേറ്റ് ഡിസിഷൻ നോട്ട് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ടുള്ള ഒറ്റ ഡോക്യുമെൻ്റ് അതാണ്.
ഹലോ. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആഗ്നോസ്റ്റിക്സും എത്തിയസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വില്ലിലോ പവർ ഓഫ് അറ്റോർണിയിലോ നമുക്ക് ലാസ്റ്റ് റൈറ്റ് വേണ്ട, അല്ലെങ്കിൽ ഒരു വെയ്ക്ക് വേണ്ട എന്ന് നമുക്ക് പവർ ഓഫ് അറ്റോർണിയിലോ വില്ലിലോ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് എഴുതി വിടാം. പല ആൾക്കാരും എഴുതി ചെയ്യാറുമുണ്ട്. എനിക്ക് ലാസ്റ്റ് റൈറ്റ് വേണ്ട, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി, പക്ഷേ അതിൻ്റെ പുറകെ അത് മണി അടിച്ചുകൊണ്ടാലും വരണ്ട എന്നുള്ളതൊക്കെ പറയാം. ഞാനത് അങ്ങനെ നമുക്ക് എഴുതി വെക്കാം. പക്ഷേ എഴുതി വെച്ചെങ്കിലും ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഈ ഡോക്യുമെൻ്റ് സാധാരണഗതിയിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത നാളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ മരിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായല്ലോ, ലോറൻസ് അത് തന്നെ. അപ്പോൾ അവിടെ മക്കളും അവരുടെ വില്ലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രോബ്ലി മെനി ഓഫ് യു നോ. സോ എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഉണ്ടാക്കാം. നമുക്ക് വേണമെന്ന് പറയാം, എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില്ലിനകത്ത് എഴുതി വെക്കാം. പക്ഷേ ഇതാരെങ്കിലും ഒന്ന് കാണണമല്ലോ. നമ്മൾ ആകെപ്പാട് ചെയ്തിരിക്കുന്നത് എക്സിക്യൂട്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇത് ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ്. ഈ മരണത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും ഒക്കെ 2-3 ദിവസം കൂടി തീരേണ്ടതാണ്. ഇതിനുള്ളിൽ ഈ എക്സിക്യൂട്ടർ പോയിട്ട് ഈ പേപ്പർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്, തേണ്ട ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളത് നമുക്കത് വർക്കൗട്ട് ആവുകയുള്ളൂ. എഴുതി വെക്കാം, പക്ഷേ ചില സമയത്തത് പ്രാക്ടിക്കലി നടന്നെന്ന് വരില്ല. പക്ഷേ അതിന് ചെയ്യാവുന്നത് ഈ എക്സിക്യൂട്ടറോട് നേരിട്ടേ പറയുക, യു ആർ മൈ എക്സിക്യൂട്ടർ, ഐ ഹാവ് എ ക്ലോസ് ഇൻ മൈ വിൽ ലൈക്ക് ദിസ്, യു ആക്സസ് മൈ ഓർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കണമെന്നില്ല. അവർ മറ്റുള്ളവരെല്ലാം വലിയ ടീമല്ലേ, അവരെല്ലാം കൂടെ ഒരുമിച്ച് ടീമായിട്ട് അവർ എക്സിക്യൂട്ടർ ഫൈറ്റ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടറിന് ഈ വില്ല് വിതിൻ ഫ്യൂ അവേഴ്സോ ഡേയ്സോ അത് അക്സസ് ചെയ്തിട്ട് ഇത് കൊണ്ട് കാണിക്കാൻ പറ്റണം. പെട്ടെന്ന് പോയിട്ട് കോടതി ചെന്ന് കോർട്ട് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്യമില്ല, പിന്നെ രക്ഷപ്പെടാം. നമ്മൾ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും.